ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു എഡ്യൂ ടീച്ചർ കേരള. ഇന്ന് മുതൽ നമ്മൾ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യം തന്നെ 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ദ സീഡ് ഓഫ് ട്രൂത്ത് എന്നുള്ള ഭാഗമാണ് എടുക്കുന്നത്. അപ്പോൾ സീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? എന്തായിരിക്കും? വിത്ത്. ട്രൂത്ത് എന്ന് പറഞ്ഞാലോ സത്യം. അപ്പോൾ സത്യത്തിൻ്റെ വിത്ത്. അപ്പോൾ എന്തായിരിക്കും ഈ സീഡ് ഓഫ് ട്രൂത്ത്? നമുക്ക് ചാപ്റ്റർ വായിച്ച് മനസ്സിലാക്കാം. ഓരോ ഭാഗവും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും പറഞ്ഞു തരാം. അപ്പോൾ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. മനസ്സിലാവാത്ത ഭാഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും സംശയമുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് അതുപോലെ ക്ലാസ് മുന്നോട്ട് പോകാം. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു പിക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? വാട്ട് കൈൻഡ് ഓഫ് പ്ലേസ് ഡു യു ലൈക്ക്? എ പ്ലേസ് ലൈക്ക് ദിസ് ഓർ എ പ്ലേസ് ഫുൾ ഓഫ് ട്രീസ്? അതായത് നിങ്ങൾക്ക് ഏത് സ്ഥലം, എങ്ങനത്തെ സ്ഥലമാണ് ഇഷ്ടം? കണ്ടോ, ഈ ചിത്രത്തിലുള്ള പോലത്തെ ഒരു സ്ഥലമാണോ നിങ്ങൾക്ക് ഇഷ്ടം? അല്ലെങ്കിൽ ഫുൾ ഓഫ് ട്രീസ്, ട്രീസ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണോ നിങ്ങൾക്ക് ഇഷ്ടം? ഏത് സ്ഥലമാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിൽ വെക്കുക കേട്ടോ. എ പ്ലേസ് ലൈക്ക് ദിസ്, ഇതുപോലെ വരണ്ട് കിടക്കുന്ന ചെടികളൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചിട്ടുള്ള സ്ഥലമാണോ നിങ്ങൾക്ക് ഇഷ്ടം? അല്ലെങ്കിൽ പ്ലേസ് ഫുൾ ഓഫ് ട്രീസ്? നിങ്ങൾക്ക് മിക്കവാറും ഫുൾ ഓഫ് ട്രീസ് ഉള്ള ഒരു സ്ഥലമായിരിക്കും ഇഷ്ടം അല്ലേ? വാട്ട് ഹാപ്പൻ ടു ദ ട്രീസ്? ഈ ട്രീസിനൊക്കെ എന്ത് സംഭവിച്ചു? യെസ്, എല്ലാം ദ ട്രീസ് വെർ കട്ട് ഡൗൺ അല്ലേ? കട്ട് ഡൗൺ, അതായത് എല്ലാം മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ്? ആരായിരിക്കും ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? അല്ലെങ്കിൽ ആരാണ് ഇതിൻ്റെ കാരണക്കാരായിട്ടുള്ളത്? വി ദ ഹ്യൂമൻ ബീങ്സ് അല്ലേ? മനുഷ്യർ തന്നെയാണ്. മൃഗങ്ങൾ ആരെങ്കിലും ഇതുപോലെ വിട്ടോ? ഇല്ല. സോ ദ ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ ദ മാൻ, മനുഷ്യനാണ് ഇതിനൊക്കെ കാരണക്കാരായിട്ടുള്ളത്. ഹൗ ക്യാൻ വി മേക്ക് അവർ എർത്ത് മോർ ഗ്രീൻ? നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഭൂമിയെ കൂടുതൽ ഗ്രീൻ ആക്കാൻ പറ്റുക, അല്ലെങ്കിൽ പച്ചപ്പ് നിറയ്ക്കാൻ പറ്റുക? പ്ലാന്റ് മോർ ട്രീസ് അല്ലേ? പ്ലാന്റ് മോർ ട്രീസ്. എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും പ്ലാന്റ്സ് ഇങ്ങനെ പ്ലാന്റ് ചെയ്യുക. ഓക്കെ, പ്ലാന്റ്സ് അല്ലെങ്കിൽ ട്രീസ് ഒക്കെ ഇങ്ങനെ പ്ലാന്റ് ചെയ്യുക. ഓക്കെ, വീണ്ടും നിങ്ങളിപ്പോൾ ജൂൺ 5 അല്ലേ, എൻവയോൺമെൻറ്റ് ഡേ, പരിസ്ഥിതി ദിനം, അന്ന് എല്ലാവരും മരങ്ങളൊക്കെ അല്ലെങ്കിൽ ചെടികളൊക്കെ നട്ടിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? അടുത്ത് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ലെറ്റ്സ് ബിഗിൻ ബൈ ഡ്രോയിങ് ബ്രാഞ്ചസ്, ട്വിഗ്സ് ആൻഡ് ലീവ്സ്. ഈ ഒരു മരങ്ങൾക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രാഞ്ചസ് ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ ചില്ലകൾ. ഓക്കെ, ബ്രാഞ്ചസും അതുപോലെ തന്നെ ട്വിഗ്സും ലീവ്സ് ഒക്കെ വരച്ച് നല്ല ഭംഗിയാക്കി കളർ ചെയ്യാം. ഓക്കെ, ദെൻ കളർ ദ പിക്ചർ. അപ്പോൾ ഈ ഒരു ചിത്രത്തിന് നിങ്ങൾ ഭംഗിയായിട്ട് ചില്ലകളും കൊമ്പുകളും അതുപോലെ തന്നെ ബ്രാഞ്ചസും ലീവ്സും എല്ലാം വരച്ച് നല്ല ഭംഗിയായി കളർ കൊടുക്കാനാണ് നിങ്ങൾക്കുള്ള ടാസ്ക്. ഓക്കെ, ഇനി നമുക്ക് നൗ റീഡ് ദ സ്റ്റോറി ഓഫ് എ കിങ് ഹു ലവ്ഡ് പ്ലാന്റ്സ് ആൻഡ് ട്രീസ്. ഇനി നമുക്ക് ഒരു രാജാവിൻ്റെ കഥ വായിച്ചു നോക്കാം. പ്ലാന്റ്സും ട്രീസൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു രാജാവായിരുന്നു. ആരാണെന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഓക്കെ, സോ ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഇതിന് ടൈറ്റിൽ നോക്കൂ, ദ വറി അല്ലേ? ദ വറി എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷമിക്കുക അല്ലേ? അതാണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്, ഹെഡിങ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചിത്രം ഇതാരായിരിക്കും? യെസ്, ദിസ് ഇസ് എ കിങ്, ഒരു രാജാവാണ് അല്ലേ? അപ്പോൾ രാജാവ് എവിടെയാണ് നിൽക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? യെസ്, എവിടെയാണ്? ഗാർഡൻ അല്ലേ? ഹീസ് സ്റ്റാൻഡിങ് ഇൻ എ ഗാർഡൻ. ഒരു ഗാർഡൻ്റെ ഉള്ളിലാണ്, നടുവിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്? ട്രീസ് ഉണ്ട്, ദെൻ ഫ്ലവേഴ്സ്, പ്ലാന്റ്സ്, ദെൻ ബട്ടർഫ്ലൈസ് അല്ലേ? ഒരു ഗാർഡനിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഇവിടെ എഴുതി വെക്കുക കേട്ടോ. പക്ഷെ രാജാവ് ഗാർഡന്റെ നടുവിലാണ് നിൽക്കുന്നതെങ്കിലും ഈസ് ഹി ഹാപ്പി? ആള് ഹാപ്പി ആണോ? ഈ ഒരു രാജാവ് ഹാപ്പി ആയിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ഈസ് ഹി ലാഫിങ്? അദ്ദേഹം ചിരിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ എന്തോ ഒരു വിഷമം അദ്ദേഹത്തിന്
ഉണ്ട് അല്ലേ? അപ്പൊ നമുക്കത് എന്താണെന്ന് വായിച്ചു നോക്കിയാലോ. വിദ്യാധര വാസ് ദ കിങ് ഓഫ് ഗാന്ധാര. വിദ്യാധര വാസ് ദ കിങ് ഓഫ് ഗാന്ധാര. അപ്പോൾ ഈ ഒരു രാജാവിന്റെ പേരെന്താണ്? വിദ്യാധര. വിദ്യാധര വാസ് ദ കിങ് ഓഫ് ഗാന്ധാര. ഗാന്ധാര എന്ന് പറയുന്ന രാജ്യത്തെ കിങ് ആയിരുന്നു ആര്? വിദ്യാധര. ഹി വാസ് എ ജസ്റ്റ് ആൻഡ് വൈസ് കിങ്. അദ്ദേഹം ഒരു ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ന്യായം, ഓക്കെ, ന്യായം. അതുപോലെ തന്നെ വൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമാനായിട്ടുള്ള ഒരു രാജാവായിരുന്നു. ഹി വാസ് എ ജസ്റ്റ് ആൻഡ് വൈസ് കിങ്. ദ കിങ് വാസ് ഫോണ്ട് ഓഫ് ഗാർഡനിങ്. കിങ്ങിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യെസ്, ഗാർഡനിങ് ആണ് അല്ലേ? He spent a lot of time tending his garden, planting the finest plants, fruit trees, vegetables and crops. രാജാവിന് ഗാർഡനിങ് ഒരുപാട് ഇഷ്ടം. ഫോണ്ട് എന്ന് പറഞ്ഞാൽ ഇഷ്ടം അല്ലെങ്കിൽ പ്രിയപ്പെട്ടത് കേട്ടോ. He spent a lot of time. ഒരുപാട് സമയം അദ്ദേഹം ചെലവഴിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ടെൻഡിങ് ഹിസ് ഗാർഡൻ. അദ്ദേഹത്തിന്റെ ഗാർഡനിൽ സമയം ഒരുപാട് ചെലവഴിക്കാറുണ്ട്. പിന്നെ പ്ലാന്റിങ് ദ ഫൈനസ്റ്റ് ട്രീസ്, ഫൈനസ്റ്റ് പ്ലാന്റ്സ്, ചെറിയ ചെറിയ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ പ്ലാന്റ് ചെയ്യും. അതുപോലെ ഫ്രൂട്ട് ട്രീസ് പ്ലാന്റ് ചെയ്യും. വെജിറ്റബിൾസും ക്രോപ്സ് ഒക്കെ പ്ലാന്റ് ചെയ്യലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാട് സമയം അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ചെലവഴിക്കുമായിരുന്നു. ഹിസ് പീപ്പിൾ വെർ വെരി ഹാപ്പി. അദ്ദേഹത്തിന്റെ ജനങ്ങള്, പ്രജകള് ഒരുപാട് ഹാപ്പി ആയിരുന്നു. The king did not have children. അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. As the king grew older, everyone got more and more worried. രാജാവ് ഇങ്ങനെ വയസ്സാവും തോറും അല്ലെങ്കിൽ ഓരോ പ്രായം ഇങ്ങനെ കൂടുന്തോറും everyone got more and more worried. എല്ലാവർക്കും ഭയങ്കര വറിയായിരുന്നു അല്ലെങ്കിൽ വിഷമമായിരുന്നു, ഒരു വെപ്രാളമായിരുന്നു. ഓക്കെ, who would take over the kingdom after him? ആരായിരിക്കും അദ്ദേഹത്തിന് ശേഷം ഈ ഒരു ഈ ഒരു കിങ്ഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു രാജ്യം, ഓക്കെ, രാജ്യം ആരായിരിക്കും അദ്ദേഹത്തിന് ശേഷം ഭരിക്കുക എന്നുള്ള ഒരു വിഷമത്തിൽ എല്ലാവർക്കും, ആ ഒരു കാര്യത്തിൽ എല്ലാവർക്കും വിഷമമായിരുന്നു. അപ്പോൾ ആരായിരിക്കും who would take this kingdom? വിദ്യാധര രാജാവിന്റെ കാലം കഴിഞ്ഞാൽ ആരാണ് ഈ ഒരു രാജ്യം ഭരിക്കുക എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരു വിഷമമുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് വാസ് ദി ഹോബി ഓഫ് ദ കിങ്? വാട്ട് വാസ് ദ ഹോബി ഓഫ് ദ കിങ്? കിങ്ങിന്റെ ഹോബി എന്തായിരുന്നു? യെസ്, ഗാർഡനിങ് അല്ലേ? ഗാർഡനിങ്. ദ കിങ് ഡിഡ് നോട്ട് ഹാവ് എനി ചിൽഡ്രൻ. വാട്ട് വിൽ ഹാപ്പൻ ടു ദ കിങ്ഡം? രാജാവിന് കുട്ടികളില്ല അല്ലെ? അപ്പൊ വാട്ട് വിൽ ഹാപ്പൻ ടു ദ കിങ്ഡം? ആ കിങ്ഡത്തിന് എന്തായിരിക്കും സംഭവിക്കുക? there will be nobody to rule this kingdom അല്ലെ? ആരും ഭരിക്കാനില്ലാത്ത ഒരു രാജ്യമായി മാറും. How will the king find his successor? എങ്ങനെയായിരിക്കും രാജാവ് അദ്ദേഹത്തിന്റെ സക്സസർ എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട്, അതായത് രാജാവിന്റെ കാലം കഴിഞ്ഞാൽ ഭരിക്കേണ്ട ആള് എങ്ങനെയായിരിക്കും ആളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് ഊഹിക്കാൻ പറ്റുമോ? നിങ്ങളതൊന്ന് ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു ടോപ്പിക്ക് മാത്രമേ നമ്മൾ ഇന്ന് എടുക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത ക്ലാസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.